ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അദേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ കോഫി പൗഡർ വെച്ച അടിപൊളി ഒരു പുഡിംഗ് റെസിപ്പിയാണ് ചെയ്യുന്നത്. കോഫി ഇഷ്ടമുള്ളവർക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകും ഇത്. കോഫി കുടിക്കുന്നതിന് പകരം കോഫി കഴിക്കുന്നത് പോലെ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണിത്. ഈ പുഡിംഗ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വീട്ടിലുള്ള 4 ചേരുവകൾ മതിയാകും. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കോഫി പുഡിംഗ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരെ അതോട് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതേപോലത്തേക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. പാലൊന്ന് തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കോഫി പുഡിംഗ് ആണല്ലോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് കോഫി പൗഡർ തന്നെയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് കുറുക്കി എടുക്കണം നമുക്ക്. അതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലൊട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാൽ തിളപ്പിക്കാൻ വെച്ചത് തിളച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. കോഫി പൗഡർ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കോൺഫ്ലോർ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത ഉടനെ തന്നെ കട്ടിയാകാൻ തുടങ്ങും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാം. ഇത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാകണം, എങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഒരു 3 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഓയിൽ തടവി വെച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വെക്കാം. ഇത് നല്ലതുപോലെ തണുത്ത ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ തണുപ്പിച്ച ശേഷം എടുക്കാം. അപ്പോൾ നമ്മുടെ കോഫി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് കോഫി പൗഡറും കോൺഫ്ലോറും പാലും ഒക്കെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ചിരിച്ച് ഹാപ്പി ആയിട്ടിരുന്നോളൂ. ബൈ ഫ്രം ആദൂസ് വേൾഡ്.